മലപ്പുറത്തു നിന്നൊരു വാർത്ത വരുന്നു. കൂമ്പാറ കക്കാടംപൊയിൽ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. അത്ഭുതകരമായാണ് ആറംഗ കുടുംബം രക്ഷപ്പെട്ടത്. കാറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട മറ്റ് യാത്രക്കാരാണ് കാറിലുണ്ടായിരുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. തീ അണയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. മുബഷീർ പി അക്ബറാണ് ചേരുന്നത്. മുബഷീർ, കാർ ഒന്നാകെ കത്തി അമർന്ന നിലയിലാണല്ലേ? അത്ഭുതകരമായി അതിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു എന്നതാണ് ആശ്വാസം. അതെ വിനിത, കാറ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കക്കാടംപൊയിൽ മലപ്പുറം കോഴിക്കോട് ജില്ല അതിർത്തി പങ്കിടുന്ന ഒരു വിനോദസഞ്ചാര മേഖലയാണ്. അവധിക്കാലമായതുകൊണ്ട് നിരവധി വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകളാണ് ആ മേഖലയിലേക്ക് സന്ദർശിക്കാനായി എത്തുന്നത്. അങ്ങനെ മലപ്പുറം ജില്ലയിലെ കരുളായി സ്വദേശി കുടുംബാംഗങ്ങളോടൊപ്പം ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് കക്കാടംപൊയിൽ കൂമ്പാറ കക്കാടംപൊയിൽ റോഡിൽ വെച്ച് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പീടികപ്പാറക്കും കള്ളിപ്പാറക്കും ഇടയിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കാറിൽ നിന്നും പുക ഉയരുന്നത് കണ്ട മറ്റു യാത്രക്കാരാണ്, അതായത് ഈ വാഹനത്തിന് തൊട്ട് പിന്നിലുണ്ടായിരുന്ന യാത്രക്കാരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്ന വ്യക്തിയെ ഉൾപ്പെടെ വിവരം അറിയിക്കുന്നത്, ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഉടനെ തന്നെ ഇവർ കാറിൽ നിന്നും ഇറങ്ങിയതിനാലാണ് വലിയ അപകടം ഒഴിവായത്. തലനാരിഴക്ക് അത്ഭുതകരമായാണ് കാറിലുണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ പിൻഭാഗത്തുണ്ടായിരുന്ന വാഹനത്തിലുണ്ടായിരുന്നവർ അത് കണ്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു അപകടം സംഭവിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് 2:30 ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കാറ് പൂർണ്ണമായിട്ടും കത്തി നശിച്ച് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചു നേരം ഇതിനെ തുടർന്ന് ആ മേഖലയിൽ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സൊക്കെ ചേർന്നാണ് ആ കാറ് അതിൻ്റെ തീ അണച്ചത്. പിന്നീട് ആ ഭാഗത്തു നിന്ന് ആ വാഹനം മാറ്റുകയായിരുന്നു. ഈ കാറ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. എന്താണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണോ, വാഹനത്തിനുള്ളിൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാണോ ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. MVDയുടെ പരിശോധന ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. എന്തായാലും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ടയർ ഉൾപ്പെടെ കത്തിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഗ്ലാസ് ഉൾപ്പെടെ പൊട്ടിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ആ വാഹനത്തിലുണ്ടായിരുന്ന 6 ആളുകൾ, വാഹനം ഓടിച്ചിരുന്ന വ്യക്തി ഉൾപ്പെടെ 6 പേരാണ് കാറിലുണ്ടായിരുന്നത്. കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകളാണ് മൊത്തം ഉണ്ടായിരുന്നത്. അവരുൾപ്പെടെ വാഹനത്തിൽ നിന്നും ഇറങ്ങിയത് കൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. വിനീത, ശരി, ആ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഏതായാലും അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു കാറിലുണ്ടായിരുന്നവർ എന്നതാണ്. കാർ ഏതായാലും പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണ്.